ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസമാട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും എണീച്ചിട്ടില്ല. ഇതിൻ്റെ അനിയത്തി എടുത്ത വീഡിയോസ് ആട്ടോ. അനിയത്തി രാവിലെ തന്നെ എണീച്ചിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. സംഭവം എനിക്കും അനിയത്തിക്കൊന്നും ഇന്നലെ രാത്രിത്തെ ഉറക്കം റെഡി ആയിട്ടില്ല. കാരണം ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അപ്പോൾ നമ്മൾ പറയും ഊട്ടിയിൽ പിന്നെ തണുപ്പല്ലേ എന്ന്. അങ്ങനെയല്ല, ഊട്ടിയിൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തണുപ്പുണ്ടാവില്ല, അതിൻ്റെ അപ്പുറമായിരുന്നു. അങ്ങനെ അനിയത്തി ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈനും എണീച്ചിട്ടുണ്ടായിരുന്നു, ഞാനും എണീച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എണീച്ചിട്ട് കുറേ നേരമായി എണീച്ചിട്ട് താഴെ എല്ലാവരും ചായ കുടിക്കാൻ പോയത്. നമ്മളെ താമസിക്കുന്നതിൻ്റെ നേരെ താഴത്ത് ഒരു ചെറിയ കട ഉണ്ട്, ഈ ബജ്ജ് ഐറ്റംസും ചായയും കോഫി കിട്ടണം. അവിടെ പോയിട്ടുണ്ട് എല്ലാവരും. തണുപ്പായതുകൊണ്ട് ഷോക്സ് ഒക്കെ ഇട്ടിട്ടായിരുന്നു. ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ, സീസൺ ആയതുകൊണ്ടായിരിക്കും. ചായ കുടിക്കാൻ പോവാണേ. അങ്ങനെ ഞാനും സൈനൊക്കെ എണീച്ചതിന് ശേഷം സംഭവം എണീക്കാൻ പറഞ്ഞാൽ നമ്മൾ 6 മണിയാകുമ്പോൾ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഒട്ടും ഉറക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ എല്ലാ പ്രഭാത കൃത്യങ്ങളും കഴിഞ്ഞതിന് ശേഷം താഴെ നോക്കുമ്പോൾ എല്ലാവരും താഴെ പോയിട്ട് ചായ കുടിക്കാൻ നിൽക്കാം. കാലി ചായയും എന്തെങ്കിലും കടി കഴിക്കാൻ വിചാരിച്ചിട്ട് റൂമിലേക്ക് വട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വട കഴിച്ചിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താഴെ പോയിട്ട് ഒരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കോഫി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പാത്തുവിനൊന്നും ഒരു തണുപ്പുണ്ടെങ്കിൽ കണ്ടില്ല. പാത്തു സോക്സ് പോലും ഇട്ടിട്ടില്ല. സൈനുവിന് പിന്നെ കാറ്റടിച്ചാൽ തന്നെ മൂക്കടയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. സൈനുവിനെ ഒരു ബണ്ണി ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ആയിട്ടാണ് അവനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നൈറ്റ് സൂട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇട്ടിട്ട് ഈ ഊട്ടിയത്തെ തണുപ്പിന് ഒരു കാര്യം ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബണ്ണി ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതായിട്ട് നമ്മൾ താമസിച്ച അപ്പാർട്ട്മെന്റ് ഈ മേലത്തെ സെക്ഷനിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. താഴെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, വടകര എന്നുള്ള കേട്ടോ. അത് അങ്ങനെ ഞാനും ഉമ്മയും കമ്പനി അടിച്ചിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. റൂമിൽ പാത്തുവിന് ഫുഡ് കൊടുക്കണത് തിരക്കില്ല കേട്ടോ. അനിയത്തി ഉള്ളത്, അനിയത്തി പാത്തുവിന് ബ്രെഡും ചായയാണ് കൊടുക്കുന്നത്. സൈനുവിന് ഞാൻ ഓൾറെഡി കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പാത്തു പിന്നെ അങ്ങനെ കുറുക്കൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് അവൾക്ക് അതൊന്നും കൊടുക്കാത്തത്. നമ്മൾ കഴിക്കുന്ന ഫുഡിനോടാട്ടോ അവൾക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ആ ബ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് ഓർഡർ ചെയ്യാട്ടോ ചെയ്തത്. നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണർക്ക് സ്വന്തമായിട്ട് ഹോട്ടലുണ്ട്. അപ്പൊ അവിടുന്ന് ഇഡ്ഡലി, പൂരി, ബാജിക്കറി, ചമ്മന്തി, സാമ്പാർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെഡി ആയി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് പോവാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ദിവസം എവിടെയും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും റെഡിയായി, നമ്മളൊന്ന് വെക്കേറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ എത്രത്തോളം തണുപ്പുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും റെഡിയായി ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റി നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാണ്. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി നേരെ പോയിട്ടുണ്ടായിരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിലുള്ള കുറച്ച് പർച്ചേസിങ് സെക്ഷൻ ഉണ്ടല്ലോ അവിടെ കേട്ടോ. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇതുവരെ കയറിയിട്ടില്ല. നമ്മൾ കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ആ തിരക്കിന്റെ ഇടയിൽ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ കയറാതിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നമുക്ക് അവിടെ കൂടി കയറായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പർച്ചേസിങ് ഓരോന്നായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പിൻട്രസ്റ്റ് വൈബിലുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര റേറ്റ് ആയിട്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാൽ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പർച്ചേസിങ്ങിന്റെ ഇടയിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ അനിയത്തി അത് അനിയത്തിന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പൊന്നുവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിങ്ക് കളറിലുള്ള ഈ ഒരു സംഭവമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ലാസിമ് പിന്നെ കണ്ടതൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ലാസിമിനാണ് സംഭവം ഈ പ്രാവശ്യത്തെ ട്രിപ്പിന് പോയിട്ട് കോൾ അടിച്ചത്. പാത്തുവിന് പിന്നെ ഈ ഒരു ബൊമ്മക്കുട്ടി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ബൊമ്മക്കുട്ടികൾ എവിടെ കണ്ടാലും പാത്തു കഴിയുമ്പോൾ തൂങ്ങി നടക്കുകയായിരുന്നു കേട്ടോ പണി. സൈനു പിന്നെ ഈ ഒരു സംഭവം കയ്യിലിട്ടിന് ശേഷം അത് ആർക്കും കൊടുക്കണുണ്ടായിരുന്നില്ല. സൈനു അതും വെച്ച് നല്ല കളിയെന്നു കേട്ടോ. അവസാനം അത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. 120 രൂപ എന്തോ അതിന്റെ റേറ്റ്. പക്ഷെ അത് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് 100 രൂപക്കാട്ടോ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയപ്പോൾ ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ ഐറ്റംസും അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഡ്രസ്സും ബാഗും ഗിഫ്റ്റ് ഐറ്റംസും ടോയ്സും അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് ഞാൻ 2-3 ടീഷർട്ടിനൊക്കെ വില ചോദിച്ചു. പക്ഷെ അതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വെറുതെ നോക്കി ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ലാസിം അവിടെ ചെന്നപ്പോൾ ഒരു ഗിറ്റാർ കയ്യിലെടുത്തിട്ട് ഉമ്മമാരോട് വാങ്ങിത്തരാൻ പറഞ്ഞു. ഉമ്മ അത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഇല്ലേ, ഈ കോണ് മാങ്ങ അതൊക്കെ വാങ്ങിയിട്ട് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കതപ്പോൾ കഴിക്കാനുള്ള ഒരു മൂടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വെയിലായതുകൊണ്ട് ക്യാപ്പ് നോക്കാൻ വെച്ച് പോയതായിരുന്നു. പക്ഷെ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. വെയിൽ സഹിച്ചാലും വേണ്ടില്ല, നമ്മളെ കോസ്റ്റ്യൂമിന് അത് ബാധിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളുള്ളത് ഞാൻ പറഞ്ഞ പോലെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ നേരെ ഫ്രണ്ടിലാട്ടോ. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. പിന്നെ ഞാൻ കയറാത്ത സ്ഥിതിക്ക് എൻട്രൻസ് ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഊട്ടിയിൽ സ്ഥിരം കാണുന്ന ഒരു ഫ്ലവർ
ഉണ്ടല്ലോ ഒരു യെല്ലോ കളറിൽ വാടാത്തത്, ആ സംഭവമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വെയിൽ കൊള്ളാതൊക്കെ വേണ്ടി നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കയറി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ വീഡിയോസാണ് ഇതൊക്കെ. പിന്നെ അവിടെ ഒരു ഏരിയ തന്നെ ടിബറ്റൻ മാർക്കറ്റ് എന്നിട്ട്, അപ്പോൾ അവിടെ പോയിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ഐറ്റംസിനും ഫിക്സഡ് റേറ്റ് ആട്ടോ, ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ കാറിൽ കയറുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്ലംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ടാട്ടോ പിന്നെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഊട്ടി ട്രിപ്പിന്റെ ആദ്യത്തെ ദിവസത്തെ വ്ളോഗ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ അതും കൂടി പോയിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ടീ ഫാക്ടറിക്കാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ അവിടെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഇതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 30 രൂപ തോന്നുന്നുണ്ട് ഒരാൾക്ക് ടിക്കറ്റ്, അതെടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് ഇട്ടിട്ടോ. ഈ നടക്കുന്ന സ്ഥലത്ത് കാണുന്നത് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് ക്യൂലൊക്കെ നിന്നപ്പോൾ നമുക്കും ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ ചോക്ലേറ്റ്, നമുക്ക് കൈ തന്നെ ഈ ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മെൽറ്റ് ആയിട്ട് കഴിക്കാനും എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയ ചോക്ലേറ്റ് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാന്ന് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ലാസിമിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാത്തുവിനും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കുത്തനുള്ള സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ടീ ഫാക്ടറിയിൽ എത്താം. ഈ സെയിം ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ. അങ്ങനെ മേലെ ചെന്ന് കുത്തനുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടുന്ന് ചായ കുടിക്കാൻ പോണ ഒരു ഭാഗമുണ്ട്, അവിടുത്തെ വ്യൂ ആട്ടോ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ കയറി ചെന്നിട്ട് അവിടുന്ന് കിട്ടിയ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഏലക്കായ ഇട്ട ചായ ആയിരുന്നു കേട്ടോ. എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് മണി ഉണ്ടായിരുന്നു, കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അവസാനം നമ്മൾ സ്റ്റാൻഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ വെച്ചിട്ട് നമ്മൾ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാരെ നോക്കിയോണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി. അവിടെ കേട്ടോ നമ്മൾ ഈ ചായപ്പൊടിയൊക്കെ വാങ്ങിക്കാനുള്ള സ്ഥലം, അതായത് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, പല ഫ്ലേവറിലുള്ള ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടുന്ന് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു, തിരിച്ച് വരുമ്പോഴാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ നേരെ താഴെ തന്നെ കേട്ടോ ഈ ചോക്ലേറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് ആൽമണ്ട് ഉള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 130 രൂപ 100 ഗ്രാമിന് അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓരോക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം കഴിക്കണോണ്ട് അത് മാത്രമായിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഓരോന്ന് പർച്ചേസ് ചെയ്യുന്ന തിരക്കിലാണ്. ഞാൻ ഇതിന്റെ സാധനമൊക്കെ ബില്ല് ചെയ്തിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം, ഇതിന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ അത് അവിടുന്ന് ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താഴെ നമുക്ക് ഇങ്ങനെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസ്. അവിടെ ചെന്നിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ഫോട്ടോ കൊടുക്കുക, ഈ ഒരു ക്ലിപ്പ് ഇട്ടോ. പക്ഷേ അതിന്റെ വലിയ സൈസ് ഉണ്ടായിരുന്നത്, ഞാൻ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ചെറിയ സൈസിലുള്ളത് വേണമായിരുന്നു. അങ്ങനെ അത് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിയിൽ ക്യാരറ്റും പിന്നെ എന്തോ ഒരു സുക്കിനി പോലത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. ക്യാരറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള ക്യാരറ്റ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ സൈനുവിന് ഫുഡ് കൊടുക്കുന്നു, ഉച്ചയ്ക്കുള്ള ഫുഡ്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സൈനുവിനുള്ള കുറുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ ചൂടുണ്ടാവുമല്ലോ, അങ്ങനെ ആ ഫുഡാണ് ജനുവിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നിർത്തിയത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനാട്ടോ. ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ബ്രെഡ് ഓംലേറ്റ്, കട്ട് ഫ്രൂട്ട്സ്, മാഗി അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ തണുത്ത സ്ഥലത്ത് നിന്ന് ഈ ചൂടുള്ള ഐറ്റംസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മൾ തിരിച്ച് ചുര ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കഴിച്ചതുകൊണ്ടാണോ അറിയില്ല, ഞാൻ ഫുള്ള് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാത്തൂര് പിന്നെ അവിടുന്ന് ഒരു കേക്കൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിൾ ആണ് ഞാൻ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കഴിക്കാനുള്ള മൂടില്ലാത്തതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഹഗ്ഗർഫോർഡ് കാട്ടോ. അവിടേക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളായിരുന്നു. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് റോഡ്, പക്ഷെ നമ്മൾ പോയ റോഡ് കറക്റ്റ് ചെയ്യുന്നു. നമ്മൾ പോയ സമയത്ത് ഒരു ട്രാവലർ ഉണ്ടായിരുന്നു മുന്നിൽ. അപ്പൊ അതിന്റെ ഡ്രൈവറോട് ചോദിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് റൂട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ പോയി ഹഗ്ഗർഫോർഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് അവിടെ ടിക്കറ്റിന്റെ റേറ്റ് വന്നിട്ട് 100 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 600 രൂപ കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. 600 രൂപ കൊടുത്താലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല അടിപൊളി ഫോട്ടോസൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഹഗ്ഗർഫോർഡ് എന്ന് പറയുന്നത് ഒരു പാലം, അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ്, അതാണ്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ട് നമ്മൾ ആദ്യമായിട്ടോ എല്ലാവരും കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടത് നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും ഊട്ടിക്ക് പോകുമ്പോൾ ഈ ഒരു സ്പോട്ട് എന്തായാലും നോക്കി വെച്ചോണ്ട് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. പിന്നെ എന്റെ വോയിസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഊട്ടി പോയി വന്നതിന് ശേഷമുള്ള ജലദോഷം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അതാട്ടോ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ എനിക്ക് പെട്ടെന്ന് തന്നെ ഇടണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇത് വോയിസ് കൊടുത്തിട്ടിരുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും കപ്പിൾസ് ആയിട്ടും സിംഗിൾ ആയിട്ടും കുട്ടികളെ വെച്ചിട്ടും എല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പാത്തുവിന്റെ സൈനുവിന്റെ ഒക്കെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. ഇത് ലാസിമ അവിടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ തെറ്റിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ആലിയാക്കാരി താത്താൻ്റെ ആകെ സ്പെഷ്യൽ പോസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നേരെ തിരിക്കാട്ടോ. പിന്നെ ഇവിടേക്കൊക്കെ എത്തിയതിന് അത്യാവശ്യം ചെറിയ വെയിലൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആ തണുപ്പ് അത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഒക്കെ നിൽക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല തണുപ്പാണെങ്കിൽ
ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കൂല. അതാണ് അവസ്ഥ അവിടുത്തെ. ഇനി നമുക്ക് എവിടെ പോവാല്ലേ, എല്ലാ സ്പോട്ടും നമ്മൾ ഏകദേശം കവർ ചെയ്തു. അത് ഊട്ടിയിലെത്തിയിട്ട് പോവാതെ നിന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാട്ടോ. അത് തിരക്കായോണ്ടാണ് അവിടെ പോവാതെ നിന്നത്. പിന്നെ നമ്മൾ തിരിച്ചു പോവാട്ടോ. തിരിച്ചു പോകുമ്പോൾ ലാസിമിന്റെ കുറച്ച് പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ടോളി. Balagam duguru malagu niletu miletu kade piletu piletu ne ponyagane utaye gele usuri sadi ne utaye gele ai kase chesene pumaye gele ai kase chesene anaye. ലാസിമിന്റെ പാട്ടൊക്കെ കേട്ടില്ലേ, ഏത് പാട്ടാണെന്ന് ഗസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഊട്ടി പോയാലും മൈസൂർ പോയാലും തിരിച്ചു വരുന്ന വഴിയിൽ ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞിട്ടാ തോന്നുന്നുണ്ട് കറക്റ്റ് സ്പോട്ട് എനിക്കറിയില്ല. അവിടെ എത്തിയിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ ചോക്ലേറ്റും പിന്നെ ചായപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കില്ല. അപ്പൊ അവിടുന്ന് ഒരു കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെനൂന് ഉമ്മ വാങ്ങി കൊടുത്തിരുന്നു കേട്ടോ ഈ ബോളിന്റെ സെറ്റ്. അത് കിട്ടിയപ്പോൾ ഒരു ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ഈ ഒരു ചായക്കടലിന്റെ നേരെ പോസ്റ്റ് ആട്ടോ ഈ ചായപ്പൊടിയൊക്കെ ഷോപ്പുള്ളത്. ഇവിടുന്നാട്ടോ നമ്മൾ അധികം ചായപ്പൊടി വാങ്ങിക്കലുള്ളത്. ഈ ഊട്ടി മൈസൂർ റൂട്ടൊക്കെ പോകുമ്പോൾ അവിടുന്ന് ഈ ഒരു റെഡ് കളറിലുള്ള പാക്കറ്റിലുള്ള ചായപ്പൊടിയായിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ അതും എല്ലാവർക്കും ഓരോന്ന് വെച്ച് വാങ്ങിയിട്ടുണ്ട്. ഹാഫ് kg പാക്കറ്റ് 100 രൂപ കിട്ടും. അങ്ങനെ ഓരോ പാക്കറ്റ് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ കാറിൽ കയറാട്ടുണ്ടായത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാട്ടോ. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ബ്രെഡ് ഓംലേറ്റും ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതല്ലേ. അപ്പോൾ ഡിന്നർ നല്ല അടിപൊളിയാക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റൈദാനിക്കാട്ടോ. അവിടെ നമ്മൾ മന്തി റൈസും അൽഫാമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിനും പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുള്ള ഇരിപ്പാട്ടോ. നമ്മൾ ഏകദേശം ഒരു 10 മണി 9:45 10 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് 11:30-12 മണിൻ്റെ ഉള്ളിലാട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് മന്തിയും അൽഫാമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് അതൊക്കെ കണ്ടിട്ട് പോയിക്കോളിയാ. ബൈ.